അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലത്തിൻ്റെ ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ദ ഫോളോയിങ് എന്നാണ് ഹെഡിങ്. ദ ടോപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് അബൌട്ട് 400 kV with respect to surface of earth, corresponding to an electric field that decreases with altitude. എന്താണ് അറ്റ്മോസ്ഫിയറിൻ്റെ ടോപ്പ്? അറ്റ്മോസ്ഫിയറിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ചാർജറാണെന്ന് നിങ്ങൾക്കറിയാം. അയണോസ്ഫിയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അവിടെ ചാർജസിൻ്റെ അളവ് കൂടുതലാണ്, അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യലും കൂടുതലാണ്. അപ്പോൾ ടോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ടോപ്പിൻ്റെ പൊട്ടൻഷ്യൽ 400 kV ആണ്. 400 kV ആണ്. അപ്പോൾ ടോപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇത്രയും ഹൈ പൊട്ടൻഷ്യലിലാണ്. എർത്തിൻ്റെ സർഫസോ 0 പൊട്ടൻഷ്യലാണ്, നമുക്കറിയാം. ഇനി കറസ്പോണ്ടിങ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. എന്താണ്? നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മേലോട്ട് പോകുമ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന്, അത് ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയർ ദ എർത്ത് സർഫസ് ഇറ്റ്സ് വാല്യൂ ഈസ് 100 V/m. എർത്തിൻ്റെ സർഫസിനോടടുത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 100 V/m ആണ്. വൈ then we do not get an electric shock as we step out of our house into open? എന്താണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ the upper part of atmosphere is charged, so that part has a high potential. It is about 400 kV. Then the surface of the earth is at a low potential. So what is a low potential? 0 volt. Okay, this we know. Then see, near the surface of earth there is an electric field. Its value is 100 V/m. So near earth surface there is an electric field 100 V/m. Then question is, then why then do we not get an electric shock as we step out of our house into open? നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഷോക്ക് അടിക്കേണ്ടതല്ലേ? ഇത്രയും വലിയ ഇലക്ട്രിക് ഫീൽഡൊക്കെ കിടക്കുകയല്ലേ, ഷോക്ക് അടിക്കേണ്ടതല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ അതിൻ്റെ ആൻസർ ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താണ് എഴുതിയിരിക്കുന്നത്? The equipotential surfaces are parallel to Earth's surface of parallel to the surface of Earth, as in figure. Our body is a good conductor, so as we step out, the equipotential surfaces in open air gets modified, keeping our head and ground at the same potential. Hence, we do not get an electric shock എന്നാണ് അതിനകത്ത് ആൻസർ എഴുതിയിരിക്കുന്നത്. ഇടേ നമ്മുടെ നോക്കൂ, ദിസ് ഈസ് സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസ് ആണ് അല്ലേ? എർത്തിൻ്റെ സർഫസ് അതായത് ഗ്രൗണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലത്തെല്ലാം ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ 100 V ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, 100 V ഉള്ള. അപ്പോൾ ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതിൽ ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 100 V ആണ്. ഇനി ഇവിടെ വേറെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, അവിടെ ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 200 ആണെന്നിരിക്കട്ടെ. ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ 300 V ആണെന്നിരിക്കട്ടെ. അങ്ങനെ മേലോട്ട് പോകുന്തോറും കൂടി വരും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മേലോട്ട് പോകുന്തോറും ഉള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, ഇറങ്ങുന്നു. ഇതാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കാലാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഷേപ്പ് ഒന്ന് മോഡിഫൈഡ് ആവും. ഇങ്ങനെ ഷേപ്പ് മോഡിഫൈഡ് ആയി. ഓക്കെ, ഷേപ്പ് മോഡിഫൈഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹെഡിൻ്റെയും നമ്മുടെ ഫുട്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്ന പരുവത്തിലാവും. അപ്പോൾ രണ്ട് പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലല്ലോ. അപ്പോൾ ഈ ശരീരം വഴി എന്ത് പോവില്ല? കറണ്ട് പോവില്ല, നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. നമ്മൾ തറയിൽ നിന്നുകൊണ്ട് ഒരു ലൈൻ കമ്പി പിടിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ഷോക്ക് അടിക്കും. എന്താ കാര്യം? ലൈൻ കമ്പി ഈസ് അറ്റ് എ ഹൈ പൊട്ടൻഷ്യൽ, അവർ ഫുട്ട് ഈസ് അറ്റ് എ ലോ പൊട്ടൻഷ്യൽ. സോ ഹൈ പൊട്ടൻഷ്യൽ, ലോ പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദെയർ. സോ ദെയർ വിൽ ബി എ കറണ്ട് ത്രൂ അവർ ബോഡി. ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്. ശരിയല്ലേ? ബട്ട് ഹിയർ ദിസ് ഈസ് എ പേഴ്സൺ. See, he is standing on ground. ശരിയല്ലേ? Then equipotential surface is modified. So the head and see, we are not getting an electric shock. നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ there is no current through our body. Means head and foot are at the same potential. The reason is why the equipotential surface, the shape of the equipotential surface gets modified like this. അതുകൊണ്ട് മാത്രമാണ് ഈ ഹെഡിലെയും
ഫുട്ടിലെയും പൊട്ടൻഷ്യൽ സെയിം ആവുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. സി നമ്മൾ ആദ്യം കുറേ വി ഡ്രൂ സം എന്താണ് equipotential surfaces, am I right? See the potential of this surface is 100, here 200, here 300, like that. See when we touch an electric line from ground, the line is at high potential, so hand will be at high potential, the foot will be at low potential, so there is potential difference between the two ends of our body. So this is a reason why we get an electric shock while touching an electric line standing from ground. Okay, then here I am coming out of my house, but I am not getting an electric shock. See, my foot is on ground, so foot is at zero potential. See, head also should be at zero potential, so potential difference will be 0 minus 0, so answer is 0. So I am not getting an electric shock means the two ends are at the same potential. The foot is already on ground, so it is at zero potential, so head also should be at zero potential. To make this zero potential, automatically what takes place, the shape of equipotential surface gets modified. See, this is a reason why the potential at the 2 points, that is on head and foot, become equal and we do not get electric shock. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെ മോഡിഫൈഡ് ആവുമായിരിക്കും. അപ്പോൾ നമ്മുടെ അല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് മോഡിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെയും ഫുട്ടിൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആവും. സോ വി ഡു നോട്ട് ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്. ഓക്കെ, ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി പാർട്ട്. A man fixes outside his house one evening a 2 meter high insulating slab carrying on top a large aluminum sheet of area 1 meter square. നോക്കൂ, ഒരു ജോലിയില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾ ഒരു ദിവസം അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്താണ് ഇത് എ ഹൈ ഇൻസുലേറ്റിംഗ് സ്ലാബ് സ്ഥാപിക്കുന്നു. എന്താണ് 2 meter ഹൈ. ഓ സി, അയാളൊരു തടി എങ്ങാനും വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ചു നിർത്തുന്നു. ഓക്കെ, 2 meter ഹൈ. ഇനി ഇതിൻ്റെ മണ്ടയിൽ അയാൾ ഒരു അലുമിനിയം ഷീറ്റ് വെച്ച് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അലുമിനിയം ഷീറ്റ് വെച്ച് ഉറപ്പിച്ചു. ഇനി അലുമിനിയം ഷീറ്റ് ഓഫ് 1 meter square ഏരിയ. ഓക്കെ, 1 meter square ഏരിയ ഉള്ള അലുമിനിയം ഷീറ്റാണ്. വിൽ ഹി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് ഇഫ് ഹി ടച്ചസ് ദ മെറ്റൽ നെക്സ്റ്റ് മോർണിംഗ്? എന്താണ്, അടുത്ത ദിവസം രാവിലെ ഈ ഷീറ്റിൽ തൊട്ടാൽ അയാൾക്ക് ഷോക്ക് അടിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരാൾ അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്തു, ഒരു തടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസുലേറ്റർ ആദ്യം കുഴിച്ചു വെച്ചു. എന്നിട്ട് അതിൻ്റെ മേളിൽ 1 meter square ഏരിയ ഉള്ള ഒരു ഷീറ്റ് വെച്ച് അലുമിനിയം ഷീറ്റ് വെച്ച് ഫിക്സ് ചെയ്തു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ ഷീറ്റിൽ തൊട്ടാൽ അയാൾക്ക് ഷോക്ക് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സി വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? എ മാൻ ഫിക്സസ് ആൻ ഇൻസുലേറ്റിംഗ് പോൾ നിയർ ഹിസ് ഹൗസ്. Okay, then what is the height of it? 2 meter. Over that he fixes an aluminum sheet. Then he waits for the next day morning, comes in the early morning, touches the sheet. Will he get an electric shock? It is a question. See, answer. I shall read the answer. Yes. See, yes. Okay, yes is given. The aluminum sheet and ground forms a capacitor. A aluminum sheet and sheet ground forms plates of a capacitor. See, this insulator forms a dielectric. Then discharging current in the atmosphere will charge the capacitor and increase its voltage. Next morning, if the man touches the sheet, he may receive an electric shock depending on the capacitance of the capacitor thus formed. See here, see one plate is this one, aluminum plate. The ground will act as a second plate. In between there is a dielectric, it is an insulator. So we have, so the man has made what? A capacitor. Okay. Then see, in the atmosphere there is charging mechanism. So due to that charging mechanism, the plate gets charges. The plate gets charges and its voltage becomes high. Okay. Then see, if the capacitance of the capacitor formed here is very large, huge amount of charge it can store. And next morning if he touches, he will get an electric shock. But normally ഇതൊന്നും സംഭവിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ തറയിൽ ഷീറ്റ് കുഴിച്ച് നമ്മളിപ്പോൾ എന്താണ് ഹാളൊക്കെ ഉണ്ടാക്കാറില്ലേ? ഇപ്പോൾ ഹാളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഷീറ്റ് വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൊടുമ്പോൾ ആളുകൾക്ക് ഷോക്ക് അടിക്കണമായിരുന്നു. സോ നോർമലി ദിസ് വോണ്ട് ടേക്ക് പ്ലേസ്. See, if the capacitance of the capacitor formed here is very large, then only he will get an electric shock. Normally, so in normal situations, the capacitance will be small and we won't get electric shock. See here, this aluminum plate acts as a first plate of capacitor.
ground acts as second plate of capacitor, the insulator acts as a dielectric, so this is a capacitor. Okay, then due to the charging mechanism in the air, see the capacitor gets charged, see its potential increases. Then see if it can hold more charges, that is if the capacitance of this setup is more, it can hold more charges, am I right? So if the capacitance of this capacitor is too large, the next morning if the man comes and touches this, he will get an electric shock. But in normal way, say the capacitance formed will be small and he will not get shock. So in the examination, ningal yes and no ennu ezhudanda. See, you write like this. See, the setup forms a parallel plate capacitor. Aluminum plate acts as one plate. The ground forms the second plate. The insulator forms the dielectric. Okay, so it is a parallel plate capacitor due to the charging mechanism of air. See, the capacitor gets charged. Then if the capacitance of the capacitor formed is very large, then the next morning when the man touches, he will get electric shock. Okay, so normally, so the capacitance will be small and the chance of getting such a shock is rare. In that way you write for the examination. Okay, next, third question. The discharging current in the atmosphere due to small conductivity of air is known to be 1800 ampere on an average over the globe. Why then does the atmosphere not discharge itself completely in due course and become electrically neutral? In other words, what keeps the atmosphere charged? See, the atmosphere is charged and discharged continuously. Okay, see, but the discharge mechanism is not much fast. Discharge mechanism atrayum fast alla. So the atmosphere gets charges, the charging effect, the charge effect persists for some time. Appo why ennaanu question. Appo atmosphere charge ആവുന്നുണ്ട്, at the same time അത് എന്തോ ആവുന്നുണ്ട്, ഡിസ്ചാർജ് ആവുന്നുണ്ട്. പക്ഷേ എന്താണ്, അങ്ങനെ ആ ഡിസ്ചാർജ് മെക്കാനിസം ഉണ്ടെങ്കിൽ ടപ്പോന്ന് ഉണ്ടായ ഉടനെ തന്നെ ചാർജ് ടക്കനെ ഇല്ലാതായി പോവേണ്ടതല്ലേ? വാട്ട് എന്താണ് ഇനി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് കീപ്സ് അറ്റ്മോസ്ഫിയർ ചാർജ്ഡ്? അറ്റ്മോസ്ഫിയർ എന്തുകൊണ്ടാണ് ചാർജ്ഡ് ആയിട്ട് നിൽക്കുന്നത് കുറേ നേരം എന്നാണ് അറിയേണ്ടത്. എന്താണ്? സോ ദർ ഇസ് ഇതിൻ്റെ ആൻസർ എഴുതിയിരിക്കുന്നത്, ദ അറ്റ്മോസ്ഫിയർ ഈസ് ചാർജ്ഡ് കണ്ടിന്യൂസ്ലി ബൈ തണ്ടർ സ്റ്റോംസ് ആൻഡ് ലൈറ്റ്നിങ് ബട്ട് മെയിൻറ്റെയിൻസ് ആൻ ഇക്വിലിബ്രിയം വിത്ത് ഡിസ്ചാർജ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, എന്താണ് ദർ ഈസ് charging mechanism and discharge mechanism in the atmosphere. Okay, there is a balance between these two. If there is a charging, so there will be discharging also to balance the charging. So charges cancel, but spontaneous sudden process is not taking place there. So see, charging is there, so it will discharge. That discharge depends on the situations. Anyway, it will get discharged, but spontaneous sudden discharge will not take place. There are so many processes by which the discharge takes place. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്താണ്, അറ്റ്മോസ്ഫിയർ ചാർജ് ആവും, അറ്റ്മോസ്ഫിയർ അതുപോലെ ഡിസ്ചാർജ് ആവും. ദർ ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ചാർജ് ആയാൽ എന്ത് ചെയ്തു പോവും, ഡിസ്ചാർജും ആയി പോവും. പക്ഷേ ചാർജ് ആയി അപ്പോൾ തന്നെ എന്താവണമെന്ന് നിർബന്ധമില്ല, ഡിസ്ചാർജ് ആവണമെന്നില്ല, എന്തായാലും ഡിസ്ചാർജ് ആയി പോകും. സോ അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും, കുറച്ച് നേരം എന്തായിട്ട് തന്നെ നിൽക്കും, ചാർജഡ് ആയിട്ട് നിൽക്കും, എന്നിട്ട് അത് ഡിസ്ചാർജ് ആവും. സോ there is charging mechanism in the atmosphere and at the same time discharge mechanism. There is a balance between these two. Then see, this discharge takes place after some time. See, in course of time, see, there is charging process. In course of time, the discharging also takes place. There is a lag there. Okay, so the atmosphere will have some charges for some time. Okay, but it cannot retain, it will also lose. Okay, then അടുത്തെന്താണ്, what are the forms of energy into which the electrical energy of atmosphere is dissipated during a lightning? ഒരു ലൈറ്റ്നിങ് സംഭവിക്കുമ്പോഴത്തേക്ക് ഏതെല്ലാം ഫോമിൽ ഇലക്ട്രിക്കൽ എനർജി ഡിസിപ്പേറ്റ് ആവും? നിങ്ങൾക്ക് തന്നെ അറിയാം, മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവും, പറയൂ, എന്തൊക്കെ ഉണ്ടാവും? ഇലക്ട്രിക്കൽ എനർജി ലോസ് ആസ് ലൈറ്റ്, ഹീറ്റ് ആൻഡ് സൗണ്ട്, ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇടി ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ലൈറ്റ് എനർജി ഉണ്ടാവും, പിന്നെ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും, പിന്നെ സൗണ്ട് എനർജി ഉണ്ടാവും. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, ഹീറ്റ് ആൻഡ് സൗണ്ട്.
നല്ല ക്വസ്റ്റൻ അല്ലേ? ഇതെല്ലാം തേപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അത്രയും സുഖമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ എക്സാമിനൊക്കെ ചോദിച്ച് തേക്കുമ്പോഴേ നമ്മൾ പഠിക്കൂ. സോ ലിസൺ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വായിക്കൂ. വായിച്ചോ? എന്താണ്? കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ ചാർജ് 4 × 10⁻⁻⁷ കൂളോം ലൊക്കേറ്റഡ് 9 cm away. സോ ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്. സോ ദ ചാർജ് ഈസ് Q ഈസ് ഈക്വൽ ടു 4 × 10⁻⁷ കൂളോം. ഇതിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലുള്ള 9 cm ദൂരെയുള്ള ഒരു പോയിന്റ് ആണ്. 9 cm, 9 × 10⁻² മീറ്റർ ദൂരെയുള്ള ഒരു പോയിന്റ് ആണ് P. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ പറയൂ. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1/4πε0 Q/R. സോ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, നിങ്ങൾ എക്സാമിന് ഇങ്ങനെ എഴുതിയാൽ ആരും നിങ്ങളെ കൊല്ലാനൊന്നും പോണില്ല, K എന്നിട്ടാൽ മതി. സോ 1/Kയുടെ വാല്യൂ എന്താ? 9 × 10⁻⁹. Qന്റെ വാല്യൂ എത്ര? 4 × 10⁻⁻⁷ ഡിവൈഡഡ് ബൈ R എത്രയാണ്? 9 × 10⁻². ഇത് സിമ്പിൾ അല്ലേ? വെട്ടി ബാക്കി പറയൂ. 4 അതുപോലെ എഴുതി, ഇത് മേലെ വരുമ്പോഴത്തേക്ക് 11 ആയി. പറ 4 × 10⁻⁴. ഓക്കെ അല്ലേ? അത്രയും വോൾട്ട്. ഇത് തന്നെ നോക്കാം ആൻസർ. ഇപ്പോൾ 4 × 10⁻⁴ വോൾട്ട്. ബുദ്ധിമുട്ടില്ലല്ലോ. ദെൻ ഹെൻസ് ഒബ്റ്റെയിൻ ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഓഫ് 2 × 10⁻⁻⁹ കൂളോം ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്ന് നിങ്ങളൊരു ചാർജിനെ കൊണ്ടുവരാൻ പോവാണ്. ആ ചാർജിന്റെ പേര് Q0 ആണെന്നിരിക്കട്ടെ. ആ Q0യുടെ വാല്യൂ എത്രയാ? 2 × 10⁻⁻⁹ കൂളോം. ഇവനെ ഇൻഫിനിറ്റിയിൽ നിന്ന് P വരെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് എത്രയാണ്? വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് എന്നാണ്. പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. നോക്കൂ, വർക്ക് ഈസ് ഈക്വൽ ടു ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്ര? ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ 4 × 10⁻⁴ ഇൻറ്റു അവിടെ കൊണ്ടുവന്ന ചാർജ് ഏതാ? 2 × 10⁻⁻⁹. അപ്പൊ ആൻസർ പറയൂ. 8 എഴുതി × 10⁻⁻5 ജൂൾ എന്ന് കിട്ടി. വല്ല പ്രയാസം ഉണ്ടോ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? 8 × 10⁻⁻5 ജൂൾ. ഓക്കെ. ദെൻ ഇനി അതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഡസ് ദ വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്? വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. അതെന്ത് കാര്യം? ഇവിടെ ഒരു ചാർജ് ആണ്. ഈ പോയിന്റിൽ ഉള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് എ കൺസർവേറ്റീവ് ഫീൽഡ്. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് does not depend on path. So you can move along any path. So electrostatic field is a conservative field. So work done depends on initial position and final position only. It does not depend on path. Okay. So simple question ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. ഇതുപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് നേരത്തെ. വായിക്കൂ പെട്ടെന്ന്. A and B show the field lines of a പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് റെസ്പെക്റ്റീവ്ലി. അവിടെ ഒരു പടവും തന്നിട്ടുണ്ടല്ലേ. ഗീവ് ദ സൈൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് VP - VQ, VB - VA. അപ്പം നമുക്ക് ഓരോ പടമായിട്ട് വരയ്ക്കാം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇരിപ്പുണ്ടല്ലേ. പോസിറ്റീവ് ചാർജിന്റെ അടുത്തുള്ള ഒരു പോയിന്റ് ആണ് P, ദൂരെയുള്ള ഒരു പോയിന്റ് ആണ് Q. അപ്പം ഇങ്ങനെ 2 പോയിന്റ് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു നെഗറ്റീവ് ചാർജ് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എയും ഉണ്ട്, ബിയും ഉണ്ട്. ഓക്കെ. ഇനി നിങ്ങളുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് VP - VQ? VP - VQന്റെ സൈൻ എന്താണ്? ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ പഠിപ്പിച്ചല്ലേ നിങ്ങളെ. ദിസ് ഈസ് എ പോസിറ്റീവ് ചാർജ് സറൗണ്ടിങ് എ പോസിറ്റീവ് ചാർജ്. വാട്ട് പൊട്ടൻഷ്യൽ? പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് P ഈസ് ആൾസോ പോസിറ്റീവ്, പൊട്ടൻഷ്യൽ അറ്റ് Q ഈസ് ആൾസോ പോസിറ്റീവ്. നിങ്ങളൊരു വാല്യൂ പറയൂ. ഇവിടെ Pയിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവ്, അപ്പൊ പൊട്ടൻഷ്യൽ കൂടുതലല്ലേ. അപ്പൊ ഇവിടെ ഒരു വലിയ നമ്പർ വരും, അവിടെ ഒരു ചെറിയ നമ്പർ വരും. ഞാൻ 2 എക്സാമ്പിൾ ആയിട്ട് ഞാൻ എഴുതിയതാണ്. ഇവിടെ 10ഉം അവിടെ 6ഉം. സംശയമൊന്നുമില്ലല്ലോ. ദിസ് ഈസ് എ പോസിറ്റീവ് ചാർജ് സറൗണ്ടിങ് എ പോസിറ്റീവ് ചാർജ്. ദർ വിൽ ബി എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. Then P is at a small distance, so potential is more. So you write a bigger number here, small number there. This is a positive charge, so this is positive. This is also positive. Then what will be VP - VQ? പറയൂ. VP എന്താണ്? 10 - 6 എന്ന് വരും. അപ്പോൾ ആൻസർ 4 വോൾട്ട് എന്ന് വരില്ലേ. സോ ആൻസർ ഈസ് എ പോസിറ്റീവ് ആൻസർ. ആൻസർ എന്താണ്?
വി പി മൈനസ് വി ക്യൂവിൻ്റെ ആൻസർ എന്ത് വരും? പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എക്സാമ്പിൾ ഒന്നും എടുത്ത് പരീക്ഷ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതുപോലെ മനസ്സിൽ കണ്ട് ചെയ്താൽ മതി. The potential at P is greater, potential at Q is, potential at P is greater, potential at Q is less. See, this is a positive answer, that is also a positive answer. So Vp minus Vq will be positive എന്ന് വേണം എഴുതാൻ. Okay, then what about the next one? What is the sign of Vb minus Va? നോക്കൂ, നെഗറ്റീവ് ചാർജ്. സോ സറൗണ്ടിങ് എ നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇനി ഡിസ്റ്റൻസ് കുറവുള്ള പോയിന്റിൽ പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ ഇവിടെ ഒരു ബിഗർ നമ്പർ, ഇവിടെ ഒരു സ്മോളർ നമ്പർ. ഓക്കെ, ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട. ഒരു ചാർജിന്റെ അടുത്തുള്ള പോയിന്റിൽ കൂടിയ നമ്പർ എഴുതുക, ദൂരമുള്ള പോയിന്റിൽ കുറഞ്ഞ നമ്പർ എഴുതുക, അത് നമുക്കറിയാം. അപ്പോൾ ഇനി സറൗണ്ടിങ് എ നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് രണ്ടിനും എന്ത് കൊടുക്കുക? നെഗറ്റീവ് കൊടുക്കുക. ഇനി എന്താ വേണ്ടത്? വി ബി മൈനസ് വി എ വേണം അല്ലേ? വി ബി മൈനസ് വി എ വേണം. പറഞ്ഞോ, വി ബി എന്താണ്? നെഗറ്റീവ് 6 മൈനസ് നെഗറ്റീവ് 10. അപ്പോൾ പറഞ്ഞോ, നെഗറ്റീവ് 6 പ്ലസ് 10. അപ്പോൾ ആൻസർ എത്ര? 4 എന്ന് വരില്ലേ? 4 വോൾട്ട് എന്ന് വരും. സോ ആൻസർ ഈസ് പോസിറ്റീവ്. ആൻസർ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? പൊട്ടൻഷ്യൽ ആയിട്ട് എ ആണോ ബി ആണോ വലുത്? കറക്റ്റായിട്ട് പറയണം. നോക്ക്, നമ്മൾ എഴുതിയ നമ്പർ വെച്ചല്ല ഇനി പറയേണ്ടത്. നമ്മൾ എഴുതിയ ആ ട്രിക്ക് നിങ്ങൾക്ക് അറിയാം. വലിയ നമ്പർ ഇവിടെ എഴുതി, ചെറിയ നമ്പർ ഇവിടെ എഴുതിയിട്ട് സൈൻ ഇടണമെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾ പറയാം, നെഗറ്റീവ് 10 ആണോ നെഗറ്റീവ് 6 ആണോ വലുത്? നെഗറ്റീവ് 6 അല്ലേ വലുത്. അപ്പോൾ വി ബി ഈസ് ഗ്രേറ്റർ ദാൻ വി ക്യു, വി എ. അപ്പോൾ വി ബി മൈനസ് വി എ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പോസിറ്റീവ് ആൻസർ എന്ന് വേണം എക്സാമിന് എഴുതാൻ. ഓക്കെ, ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നോക്കൂ. ഗീവ് ദ സൈൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഓഫ് എ സ്മോൾ നെഗറ്റീവ് ചാർജ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി ആൻഡ് എ ആൻഡ് ബി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ അവിടുത്തെ ഞാൻ വരയ്ക്കാം. പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തുള്ള, അതിനകത്ത് ചരിഞ്ഞാണ് പോയിന്റ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തുള്ള പോയിന്റാണ് പി, ദൂരെയുള്ള പോയിന്റാണ് ക്യൂ. ഓക്കെ, നിങ്ങൾ ഒരു നെഗറ്റീവ് ചാർജിനെ എവിടെ നോക്കൂ, നെഗറ്റീവ് ചാർജിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ചാർജ് അതിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ നെഗറ്റീവ് ചാർജിനെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ അട്രാക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സംശയമില്ല. അതുപോലെ ഈ നെഗറ്റീവ് ചാർജിനെ ഇവിടെ കൊണ്ടുവയ്ക്കാനും ഈ അട്രാക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അട്രാക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് എന്തെന്നാണ് ഞാൻ പഠിപ്പിച്ചത്? അപ്പോൾ ഇവിടെയും വർക്ക് ചെയ്യേണ്ടി വരും. അട്രാക്ഷൻ എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് എന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്കാണ്. ഈ വർക്കല്ലേ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയും ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയും എന്താണ്? നെഗറ്റീവ് ആണ്. ഇതിലും ഡൗട്ടില്ല. അപ്പം ഒന്നുകൂടെ പറയാം. നമ്മുടെ പോസിറ്റീവ് ചാർജ് അവിടെ ഇരിപ്പുണ്ട്. ഒരു നെഗറ്റീവ് ചാർജിനെ ഞാൻ ഇതിന് അടുത്തേക്ക് കൊണ്ടുവരാണ്. നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് നീക്കിക്കൊണ്ടുവന്നാൽ ഈ പോസിറ്റീവ് ചാർജ് അതിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ നെഗറ്റീവ് ചാർജിനെ ഇവിടെ കൊണ്ടുവയ്ക്കണമെങ്കിൽ ഐ മസ്റ്റ് ഡു വർക്ക് അഗൻസ്റ്റ് അട്രാക്ഷൻ. സോ ഇവിടെ കൊണ്ടുവരണമെങ്കിലും ഐ മസ്റ്റ് ഡു വർക്ക് അഗൻസ്റ്റ് അട്രാക്ഷൻ. വർക്ക് ഡൺ അഗൻസ്റ്റ് അട്രാക്ഷൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. നമ്മൾ പഠിച്ചാണ്. ദിസ് വർക്ക് ഈസ് ആൻസർ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഇവിടെയും നെഗറ്റീവ് ആണ്, ഇവിടെയും നെഗറ്റീവ് ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമുക്കറിയാം. 1/4πε0 Q1 Q2/R എന്ന് നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ, ഇതെല്ലാം നമുക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ. അതൊക്കെ അവിടെ നിന്നോട്ടെ. സേ അപ്പോൾ ഇവിടെ ഈ പോയിന്റിലും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഈ പോയിന്റിലും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇതിനകത്ത് ഡിസ്റ്റൻസ് കൂടിയാൽ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. അപ്പം ഡിസ്റ്റൻസ് കൂടിയാൽ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ നമ്പർ എഴുതണം. ഡിസ്റ്റൻസ് കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ. അപ്പോൾ ഇവിടെ ഒരു വലിയ നമ്പർ എഴുതണം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. ഈ രണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസറിലും എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ്. ബുദ്ധിമുട്ടില്ല. ഇനി നിങ്ങളത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് യു ക്യു മൈനസ് യു പി എന്നാണ് ക്വസ്റ്റ്യൻ. യു ക്യു മൈനസ് യു പിയുടെ ആൻസർ എന്ത് വരും? നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. -6 മൈനസ് യു പിയുടെ ആൻസർ -10. അപ്പം ആൻസർ 4 വോൾട്ട് എന്ന് കിട്ടൂലേ? 4 വോൾട്ട് അല്ല, 4 ജൂൾ എന്ന് കിട്ടൂലേ? 4 ജൂൾ എന്ന് കിട്ടി. ഇത് പോസിറ്റീവ് ആൻസർ അല്ലേടെ? അപ്പോൾ യു ക്യു മൈനസ് യു പിയുടെ ആൻസർ എന്ത് വന്നു? പോസിറ്റീവ് വന്നു. അപ്പോൾ മറക്കരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, -10 ആണോ -6 ആണോ വലുത്? -6 ആണ് വലുത് അല്ലേ? അപ്പോൾ യു ക്യു ഈസ് ഗ്രേറ്റർ ദാൻ യു പി. Therefore
UQ minus UP answer calculate will be positive. And answer positive varum എഴുതണം. ഒന്നുകൂടെ ഞാൻ പറയാം. See, നിങ്ങൾ നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവൻ അതിനെ അട്രാക്ട് ചെയ്യും. സോ യു ഹാവ് ടു ഡു വർക്ക് അഗൈൻസ്റ്റ് അട്രാക്ഷൻ. അപ്പോൾ ഈ പോയിന്റിൽ കൊണ്ടുവരാനും ഈ പോയിന്റിൽ കൊണ്ടുവരാനും ചെയ്യുന്ന വർക്ക് എന്ത് ആൻസർ ആയിരിക്കും? നെഗറ്റീവ്. ഈ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിനകത്തൊന്നും സംശയമില്ല. പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ഇക്വേഷൻ സി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R. Potential energy inversely proportional to R. No problem. See, as distance increases, potential energy decreases. So distance more, so potential energy less. Distance less, potential energy more. So I am putting a bigger number here, a small number here. See, answer of potential energy is negative. Give negative sign to both. Then you just calculate UQ minus UP. You will get a positive answer. So in question, what is the sign of UQ minus UP? UP. Answer is positive. So in the examination, you have to write like this. See, we are bringing a negative charge to Q and P. So we must do work against attraction. Work done against attraction is taken as a negative. So the work is answer of potential energy. So potential energy at Q and potential energy at P will be negative answers. Am I right? Then see, potential energy. See, I am putting the values. അത് നമ്മൾ മൈൻഡിൽ കണ്ടാൽ മതി. സി ഈ രണ്ട് നമ്പർ എഴുതിയ -10 or -6 which is greater? -6 is greater. So potential energy at Q is greater. Potential energy at P is less. So UQ minus UP will be positive എന്ന് എക്സാമിന് എഴുതണം. നമ്മളല്ലാതെ കണ്ടുപിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ചുമ്മാ ഇതുപോലെ you put some numbers and calculate. Okay. Then what is the next question? What is the potential energy difference of a small negative charge between A and B? അതും അതിനകത്തുണ്ട്. സി, നമ്മുടെ നെഗറ്റീവ് ചാർജ് എവിടെ ഇരിപ്പുണ്ട്? നിയർ പോയിന്റ് ഈസ് A and this point is B. Okay. Then so you are bringing a negative charge. Am I right? So when negative charge is brought, this negative will repel that. So if I loosen my hand, my negative charge will move to infinity. So I should not allow. So I must do work against repulsion. So work against repulsion. So work against repulsion. Work against repulsion is taken as positive. So work is positive. Work is positive in both cases. Am I right? Work is answer of potential energy. So potential energy here also positive, here also positive. No problem. Then see, potential energy inversely proportional to R. We know. Then as distance is more, potential energy less. So you put a small number here, big number here. Then this is a the potential energy. Answer of potential energy is positive. So this is positive. This is positive. So what is my question? What is the sign of UA minus UB? What is the sign of UA minus UB? UA minus UB sign. So UA 10 minus UB 6. So answer is 4. So answer is a positive answer. Am I right? So answer is positive. So in the examination, how will you write? See, here we are bringing a negative charge. So when negative charge is brought, the source negative charge will repel it. So we have to do work against repulsion. Work done against repulsion is taken as positive. So work in the case of points A and B will be positive. Work is answer of potential energy. So potential energy at A and B will be positive. Then potential energy inversely proportional to R. Okay. So as distance is more, potential energy will be less. So here we are writing a smaller number. There we are putting a bigger number. Then potential energy is positive. Putting positive sign to both. Then calculating UA minus UB. In the question paper, they have asked you about UA minus UB. You are getting a positive answer. So in the examination, how will you write? When a negative charge is brought, work has to be done against repulsion. Work done against repulsion is positive. So potential energy at A and B will be positive. Then potential energy inversely proportional to R. So potential energy at A will be greater. Potential energy, you seeing this number, you say potential energy at A will be greater. Potential energy at B will be less. Positive 10 ആണോ positive 6 ആണോ വലുത്? Positive 10.
So potential energy at A will be greater, potential energy at B will be less. So UA minus UB will be a positive answer. This way you write for the examination. Okay. Then what is the C part? Give the sign of, read it. ഇത് ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. പഠിച്ചോ? Give the sign of work done by the field in moving a positive charge from Q to P. ഒരു പോസിറ്റീവ് ചാർജിനെ Q ഇന്ന് Pയിലേക്ക് കൊണ്ടുവരണം. പോസിറ്റീവ് ചാർജിനെ Q ഇന്ന് Pയിലേക്ക് കൊണ്ടുവരണം. നമുക്ക് നോക്കാം. So this is your source charge. This is point P and that is point Q. Okay, no problem. Then, so you have to move a positive charge from Q to P. ഒരു പോസിറ്റീവ് ചാർജിനെ Q in the P ലോട്ട് മൂവ് ചെയ്യാൻ you have to do work against repulsion. Am I right? So work done against repulsion is positive. Am I right? Say work here is positive. Work here is also positive. Then work is answer of what? Work is answer of potential energy. So potential energy will be positive for both the points. No problem. Then see, give the sign of work done in moving a small positive charge from Q to P. What is the sign of work done in moving? See, എവിടെ ആയിരിക്കും വർക്ക് കൂടുതൽ? So potential energy is inversely proportional to R. Am I right? So distance കൂടുമ്പോഴത്തേക്ക് potential energy കുറയും. ഇപ്പോൾ distance കൂടുമ്പോൾ potential energy കുറയും. Distance കുറയുമ്പോൾ potential energy കൂടും. Put positive sign before both. Positive 10, positive 6. No doubt. Then Q ഇന്ന് Pയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് so you have to do work. See, നിങ്ങൾ എത്ര വർക്ക് ചെയ്യണം? See, ഇവിടെ 6, ഇവിടെ 10. അപ്പോൾ എത്ര വർക്ക് ചെയ്യണം? 4 joule വർക്ക് ചെയ്യണം. So external agency has to do 4 joule of work. അതല്ലേ? ഇനി അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ 6 joule, പൊട്ടൻഷ്യൽ എനർജി 6, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 10. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന എക്സ്റ്റേണൽ ഏജൻസി എത്ര വർക്ക് ചെയ്യണം? എക്സ്റ്റേണൽ ഏജൻസി ഒരു 4 joule കൂടെ ചെയ്താലേ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റൂ. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസി 4 joule വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതല്ല. വാട്ട് ഈസ് എ സൈൻ ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് എന്നാണ്. എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്കിൻ്റെ ആൻസർ പോസിറ്റീവ്, അപ്പോൾ ഫീൽഡ് ചെയ്യുന്ന വർക്കിൻ്റെ ആൻസർ നെഗറ്റീവ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ. സോ അഗെയിൻ the same positive charge here, this is your point P and this is point Q. Then you are moving a positive charge from Q to P. Okay, so this positive charge will repel it, so we have to do work against repulsion. So work done against repulsion is taken as positive, so work is positive. This work is answer of potential energy, so potential energy will be positive, no doubt. Then potential energy inversely proportional to R. So R more, potential energy less. So I am putting a small number, bigger number. A potential energy unit, no problem. See, suppose I am moving from Q to P. I am the external agency. So I am moving from Q to P. So here the work is 6 joule, their work is 10 joule. So to move from this point to that point, I must do, external agency must do 4 joule work. Okay, so what is the work done by the field? Negative 4. So work done by the field will be negative. Is it clear? So it is an answer, work done by the field will be negative. Then D part, read. Give the sign of work done by the external agency in moving a small negative charge from B to A. It is also interesting. Total confusing ആയല്ലേ? So അങ്ങനെയൊക്കെ തന്നെ. So listen. Again, the negative charge here, point A, point B, no doubt. So you are moving what? A negative charge from B to A. Negative charge-നെ B in A യിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യിപ്പിക്കുന്നു. So you must do work against repulsion. Am I right? So work done against repulsion. Okay, work done against repulsion is taken as positive.
So potential energy is taken as positive, no doubt. Then potential energy is inversely proportional to R. So this, here R more, so potential energy less. So potential energy less. So 6, then 10. Then sign positive for both. Okay, no problem. Then question is, give the sign of work done by the external agency in moving, give the work done by the external agency in moving charge from B to A. B in A lot charge in a movie pickam. I am the external agency. Okay. So how much work I should do? 4 joule. So it is a positive answer. So the answer is positive. Okay. So work done by the external agency is positive. Okay. Once again, simple. How many points are there? 2 points. The source charge is a negative charge. Am I right? So this is your negative charge. Point A and point B. You are moving a negative charge from B to A. No problem. So you have to do work against repulsion. Okay. So work done against repulsion is taken as what? Positive. So work is positive, positive. Then work is answer of potential energy. So potential energy positive, positive. No problem. Then potential energy is inversely proportional to R. No problem. So distance more here. So potential energy less. Here distance less. Potential energy more. Unit joule. Okay. So you are doing, you are moving the charge from B to A. So 6 joule to 10 joule. So 6 to 10. So 4 joule is to be done. External agency should do a work 4 joule. So it is a positive answer. Okay. So work done by the external agency will be positive. Clear? Then read the next part. Does the kinetic energy of a small negative charge increase in moving from B to A? It is a simple question. Read once again. Does the kinetic energy of a small negative charge increase in moving from B to A? So negative charge B in A lot move kinetic energy in the question. നിങ്ങൾ തന്നെ പറയൂ, ഇവനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പാടല്ലേ മൂവ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അവിടെ നിന്നുള്ള റിപ്പൽഷൻ കാരണം ഇവൻ്റെ വെലോസിറ്റി എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. വെലോസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതല്ലേ എഴുതിയിരിക്കുന്നത്. വെലോസിറ്റി ആൻഡ് ഹെൻസ് കൈനറ്റിക് എനർജി ഡിക്രീസ് ഇൻ മൂവിങ് ഫ്രം ബി ടു എ ഡ്യൂ ടു ദ റിപ്പൽസീവ് ഫോഴ്സ്. സി I am moving the negative charge from B to A. So repulsive force from the source charge will increase. So velocity of this will decrease. Am I right? So kinetic energy will decrease.